ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പുഴയിലാണ്, നമ്മുടെ സ്വന്തം നാട്ടിലെ നമ്മുടെ സ്വന്തം പുഴയിലാണ് ഇട്ടുള്ളത്. അതായത് പാലക്കാട് ജില്ലയിൽ ലാപ്പറ്റ കോണിക്കഴി സത്രങ്കാവ് പുഴ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാം. ഈ നാട്ടുകാർക്ക് പുറമേ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലെ പുഴയിലാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം. നല്ല വെള്ളമൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഫുള്ള് മഴയായിരുന്നു. അപ്പൊ അതിന്റെ വെള്ളം കയറിയിട്ടുള്ള വ്യൂ ആണത്. എല്ലാവർക്കും അറിയാം, സത്രങ്ങാപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ്. നമ്മളെ നാട്ടുകാരുടെ, അതായത് കോണിക്കഴിക്കാരുടെ ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്, വെള്ളം കയറി നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. മേലക്കൂടെ കെട്ടിലെ മേലക്കൂടെയും താഴെക്കൂടെയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞൊഴുകാൻ കേട്ടോ. മലയിലേക്ക് നല്ല വെള്ളം മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം. നല്ല അടിപൊളി രസമാണ് കാണാൻ. ഇതിലും കയറൂട്ടോ വെള്ളം, ഇതിൽ ഫുള്ളാവും. അപ്പൊ ഈ പ്രാവശ്യം ഈ കാണുന്ന ഈ പാലം ഉണ്ട്, ഈ പാലം മുട്ടലുണ്ട് സാധാരണ. പ്രാവശ്യം അത് വെള്ളം മുട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം മുട്ടിപ്പോകണ്ടായിട്ടോ. അത്രയും വെള്ളമായിരിക്കും ഇതിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വെള്ളം കയറല് കമ്മിയാണ്. ഫ്രണ്ട്സ്, അടിപൊളിയാണ് കേട്ടോ. വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഫുൾ ടാങ്ക് വെള്ളമാണ് ഇവിടെ. വലിയ കെട്ട്, ഇത് താഴെ ചെറിയ കെട്ട്. വലിയ കെട്ട് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ട് താഴെ കെട്ടിലേക്ക് പോവാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ് ഇതൊക്കെ. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊന്ന് അറിയിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ സ്വയം വീഡിയോ എടുക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ, നല്ല ആംബിയൻസ് ആണ്. കെട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതിലൂടെ വെള്ളം നല്ല ഫോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വരെ ഇവിടെ ഇറങ്ങുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇവിടെ അപകട സൂചനന്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുഴയിൽ ആഴമുള്ള കുഴികളും പഴുക്കലുകളും ഉള്ളതിനാൽ അപകടപ്പെടുവാൻ സാധ്യതയുണ്ട്. പുഴയിലിറങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഡേഞ്ചറിന്റെ ഇതെല്ലാം ഇവിടെ അമ്പല കമ്മിറ്റിക്കാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ ഗവനിക്കണം. ആരും വന്നിട്ട് വെള്ളം കൂടിയ സമയത്ത് ഇറങ്ങാൻ പറ്റരുത് കേട്ടോ. എല്ലാം സേഫ്റ്റി മുഖ്യം. ബിഗിലെന്ന് പറഞ്ഞ പോലെ സേഫ്റ്റി ആദ്യം നോക്കണം. ഇത്രയുള്ളൂ. ഫ്രണ്ട്സിനോടെ കാണാനായിട്ട് നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇതേപോലെ ആരും അനുകരിച്ചുകൊണ്ടേ ഇവിടെ വരുന്നിട്ട് ഇതേപോലെ ഒന്നും നിൽക്കരുത് കേട്ടോ. കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുമ്പേ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ വരിക, ആസ്വദിക്കുക, പോവുക, അതേ ചെയ്യാൻ പാടുള്ളൂ. വെള്ളത്തേക്ക് ഒരിക്കലും ഇറങ്ങരുത് കേട്ടോ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടിനെ പറ്റി അറിയാൻ പറ്റും. നമുക്കറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഫുഡ് കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാം. അപ്പോ സൂപ്പറാണ് സംഭവം, അടിപൊളിയാണ് കേട്ടോ. സൂപ്പറല്ലേ, പൊളിയാണ് കാണാൻ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ഈ പുഴനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. നല്ല അടിപൊളി പുഴയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഈ ഇതിന്റെ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. നമ്മുടെ നാട്ടിലെ സൗന്ദര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മള് വീഡിയോ എടുക്കുന്നതനുസരിച്ച് ഫോട്ടോഗ്രാഫർ അവിടെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫർ തോന്നുന്നു, അതെ ഫോട്ടോഗ്രാഫർ തന്നെയാണത്.
ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മുടെ പുഴ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ജസ്റ്റ് പൊളിയല്ലേ, അടിപൊളിയല്ലേ? സംശയമില്ല, അടിപൊളിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.